ഹലോ എവ്രി വൺ, ആപ്റ്റിക്സ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ B.Edൻ്റെ സെക്കൻഡ് സെമസ്റ്റർ ചൈൽഡ് റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു പേപ്പറിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൻ്റെ മുൻപുള്ള യൂണിറ്റ്സ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ യൂണിറ്റ് 3 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സബ്ജക്റ്റിലുള്ള 5 യൂണിറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ മൂന്നാമത്തെ ചൈൽഡ് റൈറ്റ്സ് ലോസ് പോളിസീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു യൂണിറ്റാണ് ഹാൻഡിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ പാറ്റേണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇവിടെയും നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ഏകദേശം 24 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഞാനൊന്ന് ഇത് സ്ലോ ആക്കി തരാം. നിങ്ങൾ ഒന്ന് പോസ് ചെയ്തിട്ട് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ച് നോക്കുക. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇത്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഈ ക്വസ്റ്റ്യൻ ആൻസർ ബേസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അതിനെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ടോപ്പിക്സ് ആണെന്നുണ്ടെങ്കിൽ വൈഡാണ്, വാസ്റ്റാണ്, നിങ്ങൾ പഠിച്ചു തരില്ല. സോ അതുകൊണ്ട് ഇത് പോസ് ചെയ്തിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കി വെക്കുക. ഓക്കെ, ഇതിലുണ്ടാകുന്ന എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്സും എറേഴ്സിനെ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യുക കേട്ടോ. മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാകും. സോ അതിൽ നോക്കിയിട്ട് റെഫർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോ ഇതിൽ ഫസ്റ്റ് വരുന്ന എന്താണ്? ദ ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് 2015. ഇതൊന്ന് വായിച്ചു നോക്കാം. ജുവനൈൽ ഡെലിക്വൻസി റെഫേഴ്സ് ടു ദ ആൻറ്റി സോഷ്യൽ ഓർ ക്രിമിനൽ ആക്ടിവിറ്റി ഓഫ് ദ ചൈൽഡ് എന്ന് പറയുന്നത് എന്താണ്? ബിലോ 16 years of age for boys and 18 years for girls, which violates the law. In true context, the same activity would have been a crime if it was committed by the adult. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ജുവനൈൽ ഡെലിക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൻറ്റി സോഷ്യൽ അല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. ഈ ക്രിമിനൽ ആക്ടിവിറ്റി ആരെ ബാധിക്കുന്നതാണ്? ചൈൽഡിനെ. ഏത് രീതിയിലാണ്? ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ 16 വയസ്സിനുള്ള താഴെയുള്ള കുട്ടികളും പെൺകുട്ടികളാണെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളും ലോ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണ്. ഇതൊരു ട്രൂ കോണ്ടെക്സ്റ്റിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്രിമിനൽ കേസ് ഒരു കുട്ടി ചെയ്തു, അത് ആ ചെയ്ത ക്രിമിനൽ കേസ് ഒരു വലിയ ഒരാളാണ് ചെയ്തതെങ്കിൽ അതൊരു ക്രൈമായിട്ട് മാറ്റി നിർത്തപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അവർക്ക് അതിനായിട്ടുള്ള ശിക്ഷ വിധിക്കുമായിരുന്നു. പക്ഷേ അത് കുട്ടിയായതുകൊണ്ട് നമ്മളതിന് ഇളവ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഇളവ് കൊടുക്കുകയാണ്. അപ്പോൾ ഒരേ ക്രൈമാണ്, അത് ചെയ്യുന്ന വയസ്സ് പ്രകാരം അത് ജുവനൈൽ അല്ലെങ്കിൽ അഡൽട്ട് കേസിലേക്ക് മാറ്റി നിർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന എന്താണ്? ഇഫ് എവ്രി സെയിൻറ്റ് ഹാസ് എ പാസ്റ്റ് ദെൻ എവ്രി ക്രിമിനൽ ഹാസ് എ ഫ്യൂച്ചർ. അത് ജസ്റ്റ് ഒരു കോട്ടായിട്ട് അവിടെ കൊടുത്തതാണ്. എന്താണ്? മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളൊരു കോട്ടാണ്. എല്ലാ സെയിൻറ്റിനും എല്ലാ പുരോഹിതന്മാർ അല്ലെങ്കിൽ സെയിൻറ്റുകൾ അല്ലെങ്കിൽ സ്വാമിമാർ ഇവർക്കൊക്കെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ, അതായത് എന്തെങ്കിലും ഒരു പാസ്റ്റ് ഉണ്ടെങ്കിൽ, ഒരു ദുഷിച്ച പാസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്നിട്ടും അവരെ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാ ക്രിമിനലിനും ഒരു ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, the term juvenile has been defined in clause of section 2 of the Juvenile Justice Act 1986. അപ്പോൾ ഈ ടേം ജുവനൈൽ എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് എവിടെയാണ്? 1986 ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലാണ്. മാത്രമല്ല the term delinquency has been defined in clause E of section 2 of Juvenile Justice Act 1986. അപ്പോൾ മറ്റേത് ക്ലോസ് എച്ചിലും ഇത് ക്ലോസ് ഇയിലും സെക്ഷൻ 2 ഓഫ് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലാണ് ഇത് പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്ലൈഡ് നോക്കുക. കോഴ്സസ് ഓഫ് ഡെലിക്വൻസി. ഇവിടെ 2 ടൈപ്പ് ഓഫ് കോഴ്സസ് പറയുന്നുണ്ട്, തിയറിറ്റിക്കൽ കോഴ്സസും എക്സ്റ്റേണൽ കോഴ്സസും. തിയറിറ്റിക്കൽ കോഴ്സസിൽ വരുന്നത് ഏതൊക്കെയാണ്? റാഷണൽ ചോയ്സ്, സോഷ്യൽ ഡിസ്ഓർഗനൈസേഷൻ, ബാഡ് കമ്പനി. എക്സ്റ്റേണൽ കോഴ്സസിൽ വരുന്നത് അറ്റ്മോസ്ഫിയർ അറ്റ് ഹോം, നെയ്ബർഹുഡ്, ഗാർഡിയൻസ് ബിഹേവിയർ. ഇനി ഇത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റത്തേത് ഏതാണ്? റാഷണൽ ചോയ്സ്. As per behavioral study done on delinquent children by the psychologist, it suggests that the child does any delinquent act because his mind tells him to do it. In other words, he does this because he wants to do it. These kinds of acts provide immense satisfaction to the offenders, and so they see nothing wrong in it. അപ്പോൾ ഇവിടെ പറയുന്നത് സ്റ്റഡി പ്രകാരം അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് പറയുന്നത് പ്രകാരം കുട്ടികൾ എന്തെങ്കിലും ഡെലിക്വൻ്റ് ആയിട്ടുള്ള ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സാണ് അവരോട് പറയുന്നത് അത് ചെയ്തോളാൻ. മറ്റൊരർത്ഥത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു തെറ്റായിട്ടുള്ള കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർക്ക് വേണ്ടതുകൊണ്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്, അറിയാത്തത് കൊണ്ടൊന്നുമല്ല, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. ദീസ് കൈൻഡ്സ് ഓഫ് ആക്ട്സ് പ്രൊവൈഡ് ഇമ്മെൻസ് സാറ്റിസ്ഫാക്ഷൻ. എന്തിനാണ് ചെയ്യുന്നത്? ഇത് ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഈ കുട്ടികൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്ന വളരെയധികം ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അതുകൊണ്ട് അവർ വിചാരിക്കുന്നില്ല ഇത് ചെയ്യുന്നത് തെറ്റാണ് ഒന്നും അവർക്ക് ഒരു
വിചാരവുമില്ല. അടുത്തതാണ് സോഷ്യൽ ഡിസ്ഓർഗനൈസേഷൻ എന്നുള്ളത്. ആസ് ദ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം ഇസ് കമ്മിങ് ടു ആൻ എൻഡ്, എ ന്യൂ ട്രെൻഡ് ഹാസ് ഇവോൾവ്ഡ് wherein both the parents are working. As a result, children are left neglected and such isolation leads the child's involvement in wrongful act. അപ്പോൾ സോഷ്യൽ ഡിസോർഗനൈസേഷനിൽ പറയുന്നത് ആദ്യമൊക്കെ എന്ത് ഫാമിലി ആയിരുന്നു? ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു. എന്നാൽ ഇന്ന് ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് ഒതുങ്ങിയതും അതായത് രണ്ട് ആൾക്കാർക്കും മദറിനും ഫാദറിനും ജോബുള്ളതും കൊണ്ട് കുട്ടികൾ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഈ വീട്ടിൽ ഒറ്റയ്ക്കുള്ള സമയത്ത് കുട്ടികൾ നെഗ്ലക്റ്റഡ് ആയിട്ട് മാറുകയാണ്. ഓക്കെ, അവർ നോക്കാൻ ആരുമില്ലാതെ ഒരു ഐസൊലേഷനിൽ അവർക്കൊരു ലോൺലിനെസ് ഫീൽ ചെയ്യുകയാണ്. ഇതുകൊണ്ടാണ് കുട്ടികൾ തെറ്റായിട്ടുള്ള ആക്റ്റുകളിൽ പങ്കുചേരുന്നത്. നെക്സ്റ്റാണ് ബാഡ് കമ്പനി. ഓക്കെ, ബാഡ് കമ്പനിയിൽ എന്താണ് വരുന്നത്? വൺ ഓഫ് ദി മേജർ റീസൺസ് ആസ് ടു വൈ ചിൽഡ്രൻ ആർ എൻറ്ററിങ് ഇൻ ടു ദ വേൾഡ്സ് ഓഫ് ക്രൈം ഇസ് ബിക്കോസ് ഓഫ് ദിയർ ബാഡ് കമ്പനി. ചിൽഡ്രൻ ഹു ആർ ഇൻ ബാഡ് കമ്പനി നോയിങ്ലി ഓർ അൺനോയിങ്ലി ഇൻഡൾജ് ഇൻ ക്രിമിനൽ ആക്ടിവിറ്റീസ്. ഇറ്റ് ഈസ് ദിസ് ബാഡ് കമ്പനി വിച്ച് മോട്ടിവേറ്റ്സ് ദം ടു കമ്മിറ്റ് ക്രൈം. കൂട്ടുകെട്ട് ശരിയല്ല എന്ന് പണ്ടേ പറയുന്ന ഒരു കാര്യമാണ്. അത് വളരെയധികം കാര്യമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ഓരോ ആളുകളും നല്ല കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സ് എങ്ങനെ ഇരിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മളെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ ബാഡായിട്ടുള്ള കമ്പനി കൂട്ടുകെട്ടുകളിലാണ് ഒരു കുട്ടി ഉള്ളത് എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മോട്ടിവേഷൻ പ്രകാരം കുട്ടികൾ ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് എക്സ്റ്റേണൽ കോസസ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റത്തേതാണ് അറ്റ്മോസ്ഫിയർ അറ്റ് ഹോം. കുട്ടികളുടെ വീടിൻ്റെ അന്തരീക്ഷം. ഓക്കെ, an individual may have certain problems within his home which may have led him to wrong society, like treatment from stepmothers, poverty, effect of TV or internet or other media. Such cases are mostly seen with children who do not have anyone to look after them after they return from school, or there is least or excess of discipline exercised on them by the elders of the family. അപ്പോൾ കുട്ടികളുടെ വീടിൻ്റെ അന്തരീക്ഷ പ്രകാരവും കുട്ടികൾക്ക് ഇതുപോലെയുള്ള ഇൻസ്റ്റിങ്ക്റ്റുകൾ വരാം, അല്ലെങ്കിൽ കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. എന്താണ് ഇതിൽ പറയുന്നത്? കുട്ടികൾക്ക് ഒരുപാട് അവരുടെ സൊസൈറ്റി കാരണം അവർ രൂപീകരിക്കപ്പെടുന്നുണ്ട്. എങ്ങനെയാണ്? ഒന്നെങ്കിൽ അവർക്ക് രണ്ടാനമ്മയാണുള്ളതെങ്കിൽ സ്റ്റെപ്പ് മദർ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ പട്ടിണി, അതും അല്ലെങ്കിൽ ടി വി കാണുന്നതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റോ മറ്റ് മീഡിയകളോ. മാത്രമല്ല കുട്ടികൾ ആരും നോക്കാൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്റ്റുകൾ ചെയ്യാനുള്ള ഇത് കൂടുതലാണ്. കുട്ടികൾ സ്കൂളിട്ട് വരുമ്പം ആരും വീട്ടിലില്ല എങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഇൻസ്റ്റിങ്ക്റ്റുകൾ കൂടും. മാത്രമല്ല ഇനിയിപ്പോൾ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരോട് എങ്ങനെയാണോ ഇവർ പെരുമാറുന്നത്, കുട്ടികളോട് എങ്ങനെയാണോ മുതിർന്നവർ പെരുമാറുന്നത്, ആ രീതി കൊണ്ടും അവർക്ക് ഇതുപോലെയുള്ള ഡെലിക്വൻറ്റ് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ത്വരകൾ കൂടും. അടുത്തതാണ് നെയ്ബർഹുഡ്. ദാറ്റ് പാർട്ട് ഓഫ് ദ സൊസൈറ്റി വിച്ച് മേ അഫക്ട് ദ ആക്ട്സ് ഓഫ് എൻ ഇൻഡിവിജ്വൽ അറ്റ് ലാർജ്. ഒരു ആളെ വളരെയധികം അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നെയ്ബർഹുഡ് എന്ന് പറയുന്നത്. ഇറ്റ് മാർക്സ് ആൻ ഇൻഡിവിജ്വൽസ് എബിലിറ്റി ടു ഡീൽ വിത്ത് ഡെലിക്വൻസി. ഇഫ് വൺ ഫൈൻഡ്സ് ഗാംബ്ലേഴ്സ്, quarreling couples, drunkards around him, then this is all that he would fall into and finally ends up as a criminal. അതായത് നെയ്ബർഹുഡ് ചുറ്റുവട്ടം, അവരുടെ ചുറ്റുവട്ടം എങ്ങനെയാണോ ഗാംബ്ലേഴ്സ്, ഈ മറ്റേ ചൂതുകളി, അങ്ങനത്തെ ഓരോ പൈസ വെച്ചിട്ടുള്ള കളികൾ, അല്ലെങ്കിൽ അങ്ങനത്തെ വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ ക്വാറലിംഗ് കപ്പിൾസ്, അതുപോലെ മദ്യപിക്കുന്ന ആളുകൾ, മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവർ, ഇങ്ങനെയുള്ള ഒരാളുകളൊക്കെയാണ് ചുറ്റുവട്ടമുള്ളത് ഈ കുട്ടിയുടെ എങ്കിൽ കുട്ടികളുടെ നെയ്ബർഹുഡ് കാരണവും അവർക്ക് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ഗാർഡിയൻസ് ബിഹേവിയർ. ഗാർഡിയൻ ഹിയർ റെഫേഴ്സ് ടു പാരൻസ്, ഗ്രാൻഡ് പാരൻസ്, റിലേറ്റീവ്സ്, ടീച്ചേഴ്സ് ആൻഡ് എനി അതർ കെയർ ടേക്കർ ദാറ്റ് ദ ചൈൽഡ് മേ കം അക്രോസ് ഇൻ ഹിസ് ഡെയിലി ലൈഫ്. അടുത്തത് ഗാർഡിയൻ ഉദ്ദേശിക്കുന്നത് അച്ഛനും അമ്മയും മാത്രമല്ല, അവരെ നോക്കുന്ന ഗ്രാൻഡ് പാരൻസ്, റിലേറ്റീവ്സ്, ടീച്ചേഴ്സ്, അങ്ങനെ കുട്ടികൾ ഡെയിലി ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ, മീറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ദി ബിഹേവിയർ ഓഫ് ഓൾ ദ അബവ് ടുവേർഡ്സ് എ ചൈൽഡ് ഷുഡ് ബി ഐഡിയൽ. അറ്റ് ദ സെയിം ടൈം ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ നീഡ്സ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് ദ ചൈൽഡ് ടു പ്രിവെൻറ്റ് ഹിം ഫ്രം ഇൻഡൾജിങ് ഇൻ ടു ക്രൈംസ്. അപ്പോൾ ഇത്രയാണ് കോസസിൽ പറയുന്നത്, തിയററ്റിക്കൽ കോസസ് ആൻഡ് എക്സ്റ്റേണൽ കോസസ്. സോ നമുക്കിനി നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോകാം. The right of children to free and compulsory education, RTE Act 2009. അപ്പോൾ ഈ ഒരു ആക്ട് ഇനാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 2009 ആൻഡ് ഇത് ഫോഴ്സിലേക്ക് വന്നിട്ടുള്ളത് April 1, 2010. സോ ഇതൊക്കെ നിങ്ങൾക്ക് PSCയുടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് മനസ്സിൽ വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത്?
aimed at providing free and compulsory education to all children between the ages of 6 and 14 in India. 6 മുതൽ 14 വയസ്സ് വരെയുള്ള ഇന്ത്യയിലെ മുഴുവൻ കുട്ടികൾക്കും നിർബന്ധമായിട്ടും എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഈ RTE ആക്ടിന് പുറകെ ഒരുപാട് ഓർഗനൈസേഷൻസും എഡ്യൂക്കേഷനിസ്റ്റും പോളിസി മേക്കേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. സോ ഇതിൽ കുറച്ച് പോയിൻറ്റ്സ് പറയുന്നുണ്ട്, എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഇലാബറേറ്റ് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് പോയിൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണ്. To make education a fundamental right, the Constitution of India was amended in 2002 to include Article 21A, which guarantees the right to education for all children aged 6 to 14. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പറയുന്നത് ഈ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഫണ്ടമെൻ്റൽ റൈറ്റ് നമ്മുടെ മൗലിക അവകാശമാക്കി മാറ്റാൻ 2002 ആർട്ടിക്കിൾ 21A നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആക്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ എയിം ചെയ്തുകൊണ്ടാണ്. The Right to Education Act 2009, officially known as the Right of Children to Free and Compulsory Education Act, is a significant legislation in India that guarantees free and compulsory education for children between the ages of 6 and 14 years. The Act aims to provide quality education and promote universal access to education for all children. കുട്ടികൾക്ക് യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ കിട്ടാനും ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടാനുമുള്ള ഒരു രീതിയിലും കൂടിയാണ് ഇത് എയിം ചെയ്തിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. Here are the key features of Right to Education Act 2009. അതിൻ്റെ കീ ഫീച്ചേഴ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റത്തേതാണ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. ദ ആക്ട് എസ്റ്റാബ്ലിഷസ് ദ റൈറ്റ് ഓഫ് എവറി ചൈൽഡ് ടു റിസീവ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഇൻ എ നൈബർഹുഡ് സ്കൂൾ ഫ്രം 6 to 14 years. It makes it mandatory for the government to provide free education to all children in this age group. അപ്പോൾ ഈ ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാ കുട്ടികൾക്കും ഈക്വൽ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. സോ ഇതാണ് കമ്പൽസറി പറയുന്നത്. അടുത്തത് നോൺ ഡിസ്ക്രിമിനേഷൻ ആണ്. ഈ ആക്ട് പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട് എന്ത്, ജെൻഡർ നോക്കിയിട്ടോ വേരിയസ് ഗ്രൗണ്ട്സ് നോക്കിയിട്ടോ കാസ്റ്റോ റിലിജനോ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടോ നോക്കിയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും ആണായാലും പെണ്ണായാലും കറുത്തതായാലും വെളുത്തതായാലും പൈസക്കാരായാലും പാവപ്പെട്ടവരായാലും എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് ആണ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിൽ എന്താ പറയുന്നത്? The Act sets minimum norms and standards for schools, including infrastructure, teacher-student ratio, and basic facilities such as drinking water, toilets, and playgrounds. It emphasizes the importance of quality education and the improvement of learning outcomes. എന്തെങ്കിലും ഒരു ചെറിയ തട്ടിക്കൂട്ട് സ്കൂളുകളല്ല, നല്ല രീതിയിലുള്ള സ്കൂള് വിത്ത് ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ, നല്ല സ്റ്റുഡൻറ്റ് ടീച്ചർ റേഷ്യോ ഈക്വൽ ആയിരിക്കണം. ആൻഡ് അതുപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടർ, ടോയ്ലറ്റ്സ്, പ്ലേ ഗ്രൗണ്ട്, ഈ ഫെസിലിറ്റീസൊക്കെ ഉണ്ടായിരിക്കണം. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്, ചൈൽഡ് ഫ്രണ്ട്ലി എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അതേ രീതിയിൽ കുട്ടികൾക്ക് ആപ്റ്റ് ആവുന്ന രീതിയിലുള്ള എല്ലാ സംഭവങ്ങളും അവിടെ വേണം. ക്വാളിറ്റി എഡ്യൂക്കേഷനും നല്ല ഔട്ട്കമ്മിന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റി എഡ്യൂക്കേഷനും എൻഷുവർ ചെയ്യണം. നെയ്ബർഹുഡ് സ്കൂൾസ് ആണ്. ദ ആക്ട് പ്രൊമോട്ട്സ് ദ കോൺസെപ്റ്റ് ഓഫ് നെയ്ബർഹുഡ് സ്കൂൾസ്, എൻഷുറിംഗ് ദാറ്റ് എവറി ചൈൽഡ് ഹാസ് എ സ്കൂൾ വിത്തിൻ എ സ്പെസിഫൈഡ് ഡിസ്റ്റൻസ് ഫ്രം ദിയർ റെസിഡൻസ്. എല്ലാവരും താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസിൽ ഒരു സ്കൂളെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. discourages long travel distances and aims to make education accessible to all. കോളേജസിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ 1-2 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്തിട്ടാണ് പഠിക്കുന്നത്. പക്ഷേ ഈ സ്കൂളുകൾ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നെയ്ബർഹുഡിൽ തന്നെ സ്കൂൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് കമ്പൽസറി ആണ്. School Management Committees അഥവാ SMCs. The Act mandates the formation of school management committees at the school level comprising parents and teachers. SMCs play a vital role in monitoring school activities, ensuring transparency and enhancing community participation in the educational system. അപ്പോൾ ഒരു അടിപൊളി മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. കുട്ടികളെയും ടീച്ചേഴ്സിനെയും പാരൻസിനെയും ഉൾക്കൊണ്ടിച്ചിട്ടുള്ള ഒരു കമ്മിറ്റി ആയിരിക്കണം അത്. ഇതുണ്ടായാൽ തന്നെ മാത്രമേ സ്കൂളിൻ്റെ ആക്ടിവിറ്റീസിനെയൊക്കെ മോണിറ്റർ ചെയ്യാനും ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്താനും ഒക്കെ സാധിക്കുകയുള്ളൂ. റിസർവേഷൻ ഓഫ് സീറ്റ്സ്. The Act provides for the reservation of seats for children from disadvantaged groups, including scheduled caste, scheduled tribes and എക്കണോമിക്കലി വീക്കർ സെഷൻസ്. മാത്രമല്ല SC ST OBC അങ്ങനെയുള്ള കാറ്റഗറികളൊക്കെ ഉണ്ടല്ലോ, അവർക്കുള്ള കുട്ടികൾക്കുള്ള റിസർവേഷന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. It aims to bridge educational gaps and promote social inclusion. അത് എഡ്യൂക്കേഷണൽ ഗ്യാപ്പ് കുറയ്ക്കാനും അതുപോലെ തന്നെ സോഷ്യൽ ഇൻക്ലൂഷൻ കൂട്ടാനും സഹായിക്കുന്നുണ്ട്. Financial provisions. The Act establishes a framework for sharing financial responsibilities between the central and state government to support the implementation of free and compulsory education.
Monitoring and accountability. The Act sets up mechanisms for monitoring the implementation of the Act and establishes authorities responsible for addressing grievances and ensuring compliance. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ആണ് ഇത് ഈ ഒരു RTEയിൽ വരുന്നത്. ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോ അതിനെ തന്നെ ഒന്നും കൂടി ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരു ക്യാപിറ്റേഷൻ ഫീ അഡ്മിഷൻ്റെ സമയത്ത് വാങ്ങിക്കണം. അതുപോലെ തന്നെ ഒരു റെക്കഗ്നീഷൻ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യണം. മാത്രമല്ല എല്ലാ സ്കൂളിനും ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ടായിരിക്കണം, റൂൾസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന രീതിയിലുള്ളത്. അടുത്തത് എന്താണ്? ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്, പോക്സോ ആക്ട് 2012. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. The need for the protection of children from sexual offences Act in India arose due to the urgent requirement for a dedicated legal framework to address the increasing cases of child sexual abuse and exploitation in the country. Child sexual abuse is a grave violation for child's fundamental rights, including their right to life, survival and protection against violence. The POCSO Act not only criminalizes various forms of sexual offences against children, also focuses on the rehabilitation and support. ഈ പോക്സോ എന്ന് പറയുന്നത് പൊതുവെ എല്ലാവരുടെയും ഒരു കോൺസെപ്റ്റിൽ റേപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. എന്നാൽ പോക്സോ എന്ന് പറയുന്നത് അതൊന്നുമല്ല. ഈ 18 ഇയേഴ്സ് ഓഫ് ഏജ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ജുവനൈൽ എന്ന് പറയുന്നത് 16-18 ഇയേഴ്സിനുള്ളിലുള്ള കുട്ടികളുടെ മുഴുവൻ അവരുടെ ലൈഫ്, സർവൈവൽ, പ്രൊട്ടക്ഷൻ, ഇതിനൊക്കെ അവർക്ക് അവരുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. അപ്പോൾ ഇത് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഏത് ആക്റ്റും പോക്സോയുടെ അണ്ടറിലാണ് വരുന്നത്. ഈ ആക്ട് എപ്പോഴാണ് നിലവിൽ വന്നിട്ടുള്ളത്? 2012. അപ്പോൾ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള റിഹാബിലിറ്റേഷനും സപ്പോർട്ടും ഒന്നും ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും അത് പോക്സോയുടെ അണ്ടറിലാണ് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. ദ ആക്ട് പ്രൊവൈഡ്സ് ഫോർ ദ പ്രൊട്ടക്ഷൻ, കെയർ ആൻഡ് സപ്പോർട്ട് ഓഫ് ചിൽഡ്രൻ ഹു ആർ വിക്ടിംസ് ഓഫ് സെക്ഷൽ അബ്യൂസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. ഹിയർ ആർ ദ കീ ഫീച്ചേഴ്സ് ഓഫ് ദി പോക്സോ ആക്ട് 2012. അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്നാമത്തേതാണ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. എന്താണ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്? എനി ഫോം ഓഫ് സെക്ഷൽ പെനിട്രേഷൻ ഓർ അറ്റംപ്റ്റ് ടു പെനിട്രേറ്റ് എ ചൈൽഡ്സ് ബോഡി വിത്ത് ഓർ വിത്തൗട്ട് കൺസെൻറ്റ് ഇസ് കൺസിഡേർഡ് എ പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. ദിസ് ഇൻക്ലൂഡ്സ് റേപ്പ്, സൊഡോമി ആൻഡ് ഓറൽ സെക്സ്. അപ്പോൾ പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ അനുവാദത്തോട് കൂടിയോ അനുവാദത്തോട് കൂടാതെയോ ഏത് രീതിയിലായാലും കുട്ടിയുടെ ബോഡിയിലേക്ക് പെനട്രേറ്റീവ്, അതായത് ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്ന രീതിയിലുള്ള എന്തെങ്കിലും സെക്ഷൽ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ അത് കുട്ടിയുടെ കൺസെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കില്ല. ചെറിയ കുട്ടികളാണ്, കൺസെൻറ്റ് കൊടുക്കുക കൊടുക്കാതിരിക്കുക അത് അവരുടെ ഇഷ്ടമാണ്. ബട്ട് സ്റ്റിൽ എന്നിരുന്നാലും അത് പോക്സോയിൽ വരുന്ന കേസാണ്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് റേപ്പ്, സൊഡോമി, ഓറൽ സെക്സ്, ഇതൊക്കെ ഇതിൽ പെടുന്നതാണ്. അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. വെൻ എ ചൈൽഡ് അണ്ടർഗോസ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് റിസൾട്ടിംഗ് ഇൻ സിവിയർ ഫിസിക്കൽ ഓർ മെൻ്റൽ ട്രോമ, ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. ഇറ്റ് മേ ഇൻവോൾവ് യൂസ് ഓഫ് വെപ്പൺസ്, ഇൻവോൾവ്മെൻറ്റ് ഓഫ് മൾട്ടിപ്പിൾ പെർപെട്രേറ്റേഴ്സ് ഓർ റിപ്പീറ്റഡ് ഒഫൻസസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. എന്നാലും കുട്ടികൾക്ക് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് കാരണം ഫിസിക്കലോ മെൻ്റലോ ട്രോമ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടാണ്. ഇതിൽ വെപ്പൺസോ മൾട്ടിപ്പിൾ പെർപെട്രേറ്റേഴ്സോ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. അടുത്തതായിട്ട് സെക്ഷൽ അസോൾട്ട് ആണ്. ദ ആക്ട് ഡിഫൈൻസ് സെക്ഷൽ അസോൾട്ട് ആസ് എനി നോൺ പെനിട്രേറ്റീവ് സെക്ഷൽ കോണ്ടാക്ട് ഓർ ആക്ട് ഇൻവോൾവിങ് എ ചൈൽഡ്. ഇതിൽ പെനിട്രേഷൻ നടക്കണമെന്നൊന്നുമില്ല. ഇല്ലാത്ത രീതിയിലുള്ള സെക്ഷൽ കോണ്ടാക്റ്റ് കുട്ടിയുമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനും നമ്മൾ പറയുന്നത് അതും ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ടച്ചിങ്, ഗ്രോപ്പിംഗ് ഓർ എനി ഫോം ഓഫ് സെക്ഷൽ കോണ്ടാക്ട് വിത്തൗട്ട് സെൻറ്റ്. നെക്സ്റ്റ് വൺ സെക്ഷൽ ഹറാസ്മെൻറ്റ് ആണ്. മേക്കിംഗ് സെക്ഷലി എക്സ്പ്ലിസിറ്റ് റിമാർക്സ്, ജസ്റ്റേഴ്സ് ഓർ അഡ്വാൻസസ് ഓർ ഷോയിങ് പോർണോഗ്രഫി ടു എ ചൈൽഡ് വിത്ത് ദ ഇൻറ്റൻഷൻ ടു ഹറാസ് ഓർ അബ്യൂസ് ദം ഇസ് കാറ്റഗറൈസ്ഡ് ആസ് സെക്ഷൽ ഹറാസ്മെൻറ്റ് അണ്ടർ ദി പോക്സോ ആക്ട്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? എന്തെങ്കിലും സെക്ഷലി എക്സ്പ്ലിസിറ്റ് ചെയ്യുന്ന എന്തെങ്കിലും റിമാർക്സോ ജസ്റ്റേഴ്സോ, നമ്മൾ പറയാറില്ലേ ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ ആളുകൾ തുണി പൊക്കി കാണിക്കുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. സോ ഇതൊക്കെ സെക്ഷൽ ഹറാസ്മെൻറ്റിൽ വരുന്ന കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ ഇത്തരത്തിലുള്ള ജസ്റ്റേഴ്സോ അല്ലെങ്കിൽ റിമാർക്സോ അല്ലെങ്കിൽ കാര്യങ്ങളോ കാണിക്കുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് പോർണോഗ്രഫി കാണിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്താണ് പോക്സോയുടെ അണ്ടറിൽ തന്നെയാണ് വരുന്നത്. ചൈൽഡ് പോർണോഗ്രഫി. ദ ആക്ട് പ്രൊഹിബിറ്റ്സ് ദ ക്രിയേഷൻ, പൊസഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓർ കൺസെപ്ഷൻ ഓഫ് ചൈൽഡ് പോർണോഗ്രഫി വിച്ച് ഇൻക്ലൂഡ്സ് എക്സ്പ്ലിസിറ്റ് മെറ്റീരിയൽ ഇൻവോൾവിങ് എ ചൈൽഡ്. ഒരു കുട്ടിയെ ഉപയോഗിച്ച്, നമ്മൾ കുട്ടി എന്ന് പറഞ്ഞാൽ ചൈൽഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 16 അല്ലെങ്കിൽ 18 ഇയേഴ്സ് ഓഫ് ഏജിന് താഴെയുള്ള കുട്ടികളെയാണ് പറയുന്നത്. കുട്ടികളെ ഉപയോഗിച്ച് ഒരു
പോൺ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക, അതിനെ പ്രോസസ്സ് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതിൻ്റെ കൺസെപ്ഷൻ ഒക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ ഒരാളത് മേക്ക് ചെയ്തിട്ടില്ല, പക്ഷെ അതൊരാൾ കണ്ടു, ഒരു കുട്ടീനെ അസോൾട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കുട്ടീനെ റേപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺസെൻറ്റ് ഇല്ലാതെയൊക്കെ റേപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ഒരാൾ കണ്ടാൽ പോലും അത് തെറ്റാണ്. യൂസ് ഓഫ് ചൈൽഡ് ഫോർ പോണോഗ്രാഫിക് പർപ്പസസ്. യൂസിങ് എ ചൈൽഡ് ഫോർ എനി ഫോം ഓഫ് പോണോഗ്രാഫിക് പെർഫോമൻസ് ഇൻക്ലൂഡിംഗ് ലൈവ് ഷോസ് ഓർ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഇസ് കൺസിഡേർഡ് ആസ് എൻ ഒഫൻസ് അണ്ടർ ദി പോക്സോ ആക്ട്. ഇതേപോലെ തന്നെ കുട്ടികളെ ഉപയോഗിച്ചിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലോ അല്ലെങ്കിൽ ലൈവ് ഷോസിലോ ഒക്കെ കുട്ടികളെ ഈ രീതിയിൽ ചിത്രീകരിക്കുന്നതും തെറ്റാണ്. Abetment and attempt. ഇതെന്താണ് പറയുന്നത്? The act also covers offences related to abetment and attempts to commit the above mentioned sexual offences against children. ഇനി നെക്സ്റ്റ് സ്ലൈഡ് നോക്കുക. സ്പെഷ്യൽ കോഡ്സ്. ഈ സ്പെഷ്യൽ കോഡ്സിൻ്റെ അണ്ടറിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റത്തേതാണ് ചൈൽഡ് ഫ്രണ്ട്ലി പ്രൊസീജിയേഴ്സ്, മാൻഡേറ്ററി റിപ്പോർട്ടിംഗ്, പ്രൊട്ടക്ഷൻ ഓഫ് ഐഡൻറ്റിറ്റി, റിഹാബിലിറ്റേഷൻ ആൻഡ് സപ്പോർട്ട്, പ്രിവെൻഷൻ മെഷേഴ്സ്, പെനോൾട്ടീസ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ചൈൽഡ് ഫ്രണ്ട്ലി പ്രൊസീജിയേഴ്സ്. ദ ആക്ട് എംഫസൈസസ് ചൈൽഡ് ഫ്രണ്ട്ലി പ്രൊസീജിയേഴ്സ് ഡ്യൂറിംഗ് ഇൻവെസ്റ്റിഗേഷൻസ്, മെഡിക്കൽ എക്സാമിനേഷൻസ് ആൻഡ് കോർട്ട് പ്രൊസീഡിംഗ്സ്. ഇറ്റ് എയിംസ് ടു മിനിമൈസ് ദ ട്രോമ ആൻഡ് സ്ട്രെസ് എക്സ്പീരിയൻസ് ബൈ ചൈൽഡ് വിക്ടിംസ്, പ്രൊവൈഡിംഗ് എ സേഫ് ആൻഡ് സപ്പോർട്ടീവ് എൻവയോൺമെൻറ്റ് ഫോർ ദം. ഒരു കുട്ടി റേപ്പിന് ഇരയായിട്ട് ഒരു കുട്ടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു അസോൾട്ടിന് ഇരയായിട്ട് കുട്ടികളുണ്ടെങ്കിൽ അവരെ ഏത് രീതിയിൽ വേണം നോക്കാൻ, അവർക്ക് മെൻ്റൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ട്രോമകൾ വരാത്ത രീതിയിൽ, അത് കുറയ്ക്കുന്ന രീതിയിലായിരിക്കണം അവരെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതും അവരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതും അവരെ എക്സാമിനിങ് ചെയ്യേണ്ടതൊക്കെ. മാൻഡേറ്ററി റിപ്പോർട്ടിംഗ്. ദ ആക്ട് ഇമ്പോസസ് എ ലീഗൽ ഡ്യൂട്ടി ഓൺ ഇൻഡിവിജ്വൽസ് ഹു കം അക്രോസ് ഇൻസ്റ്റൻസസ് ഓഫ് ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ടു റിപ്പോർട്ട് ഇറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് അതോറിറ്റീസ്. ഫെയിലിയർ ടു റിപ്പോർട്ട് സച്ച് ഇൻസിഡൻസ് ക്യാൻ ലീഡ് ടു പണിഷ്മെൻറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ളത് ഏൽപ്പിച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ഇത് പണിഷ്മെൻറ്റിൻ്റെ കാരണമാകും. അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. ഇൻ ഡീറ്റെയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽസ് താഴെ കൊടുക്കുന്നുണ്ട്, അത് റെഫർ ചെയ്തിട്ട് നോക്കാം കേട്ടോ. പ്രൊട്ടക്ഷൻ ഓഫ് ഐഡൻറ്റിറ്റി. ഇതെന്താണ്? ദ ആക്ട് എൻഷുവേഴ്സ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഐഡൻറ്റിറ്റി ഓഫ് ചൈൽഡ് വിക്ടിംസ് ആൻഡ് പ്രൊഹിബിറ്റ്സ് ദ ഡിസ്ക്ലോഷർ ഓഫ് ദിയർ പേഴ്സണൽ ഇൻഫർമേഷൻ ഡ്യൂറിംഗ് ദ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രയൽ. ദിസ് പ്രൊവിഷൻ ഹെൽപ്പ് സേഫ് ഗാർഡ് ദ പ്രൈവസി ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ചൈൽഡ് വിക്ടിംസ്. നമ്മൾ മിക്കവാറും സമയത്ത് ന്യൂസിലൊക്കെ കാണാൻ മതിയാവും, കുട്ടിയുടെ പേര് പറയില്ല ചിലപ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ സ്വകാര്യ സ്ഥാപനം അല്ലെങ്കിൽ സ്വകാര്യ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൈവറ്റ് ഇതിനൊക്കെ നമ്മൾ പേര് പറയാതെ സൂചിപ്പിക്കുക. അതുപോലെ പീഡനത്തിന് ഇരയായ 18 വയസ്സുകാരി 19 വയസ്സുകാരി ഈ രീതിയിലൊക്കെയാണ് പറയുന്നത് കേൾക്കാറുള്ളത്. കുട്ടിയുടെ ഡീറ്റെയിൽ സേഫായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. റിഹാബിലിറ്റേഷൻ ആൻഡ് സപ്പോർട്ടിൽ എന്താ പറയുന്നത്? ദ ആക്ട് പ്രയോറിറ്റൈസസ് ദ റിഹാബിലിറ്റേഷൻ സപ്പോർട്ട് ഓഫ് ചൈൽഡ് വിക്ടിംസ്. ഇറ്റ് മാൻഡേറ്റ്സ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്പെഷ്യൽ കെയർ ഹോംസ്, കൗൺസിലിംഗ് സർവീസസ് ആൻഡ് അതർ സപ്പോർട്ട് മെക്കാനിസംസ് ടു എയ്ഡ് ഇൻ ദ റിക്കവറി ആൻഡ് വെൽബീങ്. കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കെയർ ഹോംസും കൗൺസിലിംഗ് സർവീസസും ഒക്കെ കൊടുക്കുക. പ്രിവെൻഷൻ മെഷേഴ്സിൽ എന്തൊക്കെയാണ് പറയുന്നത്? ആക്ട് എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രിവെൻഷൻ ആൻഡ് അവയർനെസ് പ്രോഗ്രാംസ് ടു എഡ്യൂക്കേറ്റ് ചിൽഡ്രൻ, പാരൻസ് ആൻഡ് ദ പബ്ലിക് അബൌട്ട് ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ആൻഡ് പ്രിവെൻഷൻ. ഇറ്റ് എൻകറേജസ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മെഷേഴ്സ് ടു എൻഷുവർ ദ സേഫ്റ്റി ഓഫ് ചിൽഡ്രൻ. കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ചില കുട്ടികൾക്ക് റേപ്പിന് ഇരയായ കുട്ടികൾക്ക് പോലും അറിയില്ല അവർ ഒരു അസോൾട്ടിന് അല്ലെങ്കിൽ ഒരു ഹരാസ്മെൻറ്റിന് ഇരയായിട്ടുണ്ട് എന്ന്. അപ്പോൾ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ആൻഡ് വീട്ടുകാർക്ക് മനസ്സിലാക്കി കൊടുക്കുക, സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ആൻഡ് ഫൈനലി റിമെമ്പർ സംതിങ്. ഇതൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്താലും ഇത് ചെയ്യുന്ന കുറേ പേരുണ്ടല്ലോ, അവർക്കും കൂടെ അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. Penalties. The Act imposes stringent punishment for offenders, including imprisonment and fines based on severity of the offence. It also provides enhanced penalties for repeat offenders. അപ്പോൾ പെനാൾട്ടീസ് എന്ന് പറയുന്നത് അവർക്കെതിരായിട്ടുള്ള കേസ്, അവർ ചെയ്തിട്ടുള്ള ക്രൈമിന് അത്രയും രീതിയിലുള്ള പണിഷ്മെൻറ്റ്സ് ആണ് അവർക്ക് കൊടുക്കുക, ഇൻറ്റൻസിറ്റി നോക്കിയതിന് ശേഷം. ആൻഡ് റിപ്പീറ്റഡ് ഒഫൻഡേഴ്സ് ഉണ്ടാവുമല്ലോ, അവർക്ക് അതിനനുസരിച്ചുള്ള പണിഷ്മെൻറ്റുമായിരിക്കും കൊടുക്കുന്നത്. സോ നിങ്ങൾ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് നിങ്ങളുടേതായിട്ടുള്ള പോയിൻ്റ് ഓഫ് വ്യൂവും കൂടെ ചേർത്തിട്ട് അങ്ങ് എഴുതി നോക്കുക. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ പാർട്ട് 1 ഉൾക്കൊള്ളിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പാർട്ട് 2 ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്.